അപ്പസ്തലന്മാരുടെ പ്രവൃത്തികൾ അധ്യായം 27. ഞങ്ങൾ ഇറ്റലിയിലേക്ക് കപ്പൽ യാത്ര ചെയ്യണമെന്ന് തീരുമാനമായപ്പോൾ അവർ പൗലോസിനെയും മറ്റു ചില തടവുകാരെയും ഔഗുസ്ത്യ സേനവിഭാഗത്തിൽപ്പെട്ട യൂലിയോസ് എന്ന ശതാധിപനെ ഏൽപ്പിച്ചു. ഏഷ്യയുടെ തീരത്തുള്ള സ്ഥലങ്ങൾക്ക് സമീപേ കൂടി യാത്ര ചെയ്യുവാൻ പുറപ്പെടുന്ന ഒരു അദ്രമുത്യ കപ്പലിൽ ഞങ്ങൾ യാത്ര ആരംഭിച്ചു. തെസലോനിക്കയിൽ നിന്നുള്ള മാസിഡോണിയക്കാരനായ അരിസ്തർഹോസും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ഞങ്ങൾ സീദോനിൽ ഇറങ്ങി. യൂലിയോസ് പൗലോസിനോടുള്ള ദയനിമിത്തം അദ്ദേഹത്തിന് തന്റെ സ്നേഹിതന്മാരുടെ അടുക്കൽ പോകുവാനും ആവശ്യമുള്ള സൽക്കാരങ്ങൾ സ്വീകരിക്കുവാനും അനുവാദം നൽകി. അവിടെ നിന്നും ഞങ്ങൾ കപ്പൽ യാത്ര തുടർന്നു. കാറ്റ് പ്രതികൂലമായിരുന്നതുകൊണ്ട് സൈപ്രസ് ദ്വീപിന്റെ മറപറ്റിയാണ് ഓടിയത്. കിലിക്കിയയുടെയും പംഫുല്യയുടെയും തീരത്തോട് ചേർന്ന് യാത്ര ചെയ്ത് ഞങ്ങൾ ലുക്യയിലെ മുറായിലെത്തി. അവിടെ ഇറ്റലിയിലേക്ക് പോകുന്ന ഒരു അലക്സാന്ദ്രിയ കപ്പൽ കണ്ടിട്ട് ശതാധിപൻ ഞങ്ങളെ അതിൽ കയറ്റി. ഞങ്ങളുടെ യാത്ര പല ദിവസങ്ങളോളം തീരെ മന്ദഗതിയിലായിരുന്നു. വളരെ പ്രയാസപ്പെട്ട് ഞങ്ങൾ നിദോസിന് സമീപത്തെത്തി. മുമ്പോട്ട് പോകുവാൻ കാറ്റ് അനുവദിക്കാതിരുന്നതുകൊണ്ട് ഞങ്ങൾ സാൽമോനെതിരെയുള്ള ക്രീറ്റ് ദ്വീപിന്റെ മറവിലേക്ക് കപ്പൽ ഓടിച്ചു. തീരത്തോട് ചേർന്ന് ക്ലേശിച്ച് മുമ്പോട്ട് നീങ്ങി. ലസയ്യ പട്ടണത്തിനടുത്തുള്ള ശുഭതുറമുഖം എന്നറിയപ്പെടുന്ന സ്ഥലത്തെത്തി. ഇതിനോടകം ഞങ്ങൾക്ക് വളരെ സമയം നഷ്ടമായി. ഉപവാസകാലം കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും സമുദ്രയാത്ര ആപൽക്കരമായി തീർന്നിരുന്നതിനാൽ പൗലോസ് അവർക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് പറഞ്ഞു: പുരുഷന്മാരെ, നമ്മുടെ സമുദ്രയാത്ര വിനാശകരമാവും. അത് കപ്പലിനും ചരക്കിനും നമ്മുടെ ജീവന് പോലും നഷ്ടം വരുത്തുവാൻ പോകുന്നതായി ഞാൻ കാണുന്നു. എന്നാൽ ശതാധിപൻ പൗലോസിന്റെ വാക്കുകളേക്കാൾ കപ്പിത്താന്റെയും കപ്പലുടമയുടെയും ഉപദേശമാണ് കൂടുതൽ ശ്രദ്ധിച്ചത്. ആ തുറമുഖം ശീതകാലം ചെലവഴിക്കാൻ യോജിച്ചതല്ലായിരുന്നതുകൊണ്ട് ഫെനീക്കിയയിലെത്തി ശീതകാലത്ത് അവിടെ പാർക്കാമെന്ന പ്രതീക്ഷയിൽ യാത്ര തുടരണമെന്ന് ഭൂരിപക്ഷം ആളുകളും അഭിപ്രായപ്പെട്ടു. തെക്ക് പടിഞ്ഞാറോട്ടും വടക്ക് പടിഞ്ഞാറോട്ടും കടലിലേക്ക് ദർശനമുള്ള ക്രേത്തയിലെ തുറമുഖമാണ് ഫെനീക്കിയ. തെക്കൻ കാറ്റ് മന്ദമായി വീശിത്തുടങ്ങിയപ്പോൾ തങ്ങളുടെ ഉദ്ദേശം സാധിച്ചു എന്ന് അവർ വിചാരിച്ചു. അതുകൊണ്ട് നങ്കൂരമുയർത്തി ക്രേത്തയുടെ തീരം ചേർന്ന് അവർ യാത്ര തുടർന്നു. എന്നാൽ അധികം സമയമാകുന്നതിന് മുമ്പ് തന്നെ വടക്ക് കിഴക്കൻ എന്ന കൊടുങ്കാറ്റ് ദ്വീപിൽ നിന്ന് ആഞ്ഞടിച്ചു. കപ്പൽ കൊടുങ്കാറ്റിൽ അകപ്പെട്ടു. കാറ്റിനെതിരായി മുമ്പോട്ട് പോകുവാൻ സാധ്യമല്ലാതായി. അതുകൊണ്ട് ഞങ്ങൾ കാറ്റിന് വിധേയപ്പെടുകയും അത് ഞങ്ങളെ ഒഴുക്കിക്കൊണ്ടു പോവുകയും ചെയ്തു. ക്ലൗദ എന്ന കൊച്ചു ദ്വീപിന്റെ മറപറ്റി ഞങ്ങൾ ഓടിക്കൊണ്ടിരുന്നപ്പോൾ പ്രാണരക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന തോണി സുരക്ഷിതമായി വയ്ക്കുവാൻ ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ടു. അത് വലിച്ചു പൊക്കി കപ്പലിനോട് ചേർത്ത് കെട്ടി ഉറപ്പിച്ചു. അതിനുശേഷം കപ്പൽ സീർത്തീസിലെ മണൽത്തിട്ടകളിൽ ചെന്ന് കയറുമെന്ന് പേടിച്ച് കപ്പൽ പായ്കൾ താഴ്ത്തി കപ്പലിനെ അതിന്റെ ഗതിക്ക് വിട്ടു. പിറ്റേന്ന് ഉഗ്രമായ കൊടുങ്കാറ്റിൽപ്പെട്ട് കപ്പൽ ആടി ഉലഞ്ഞതിനാൽ അവർ ചരക്കുകൾ കടലിലേക്ക് എറിഞ്ഞുകളയാൻ തുടങ്ങി. 3-ാം ദിവസം അവർ സ്വന്തം കൈകൊണ്ട് കപ്പലിന്റെ ഉപകരണങ്ങളും എറിഞ്ഞുകളഞ്ഞു. അനേകം ദിവസങ്ങൾ സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാൻ കഴിഞ്ഞില്ല. കൊടുങ്കാറ്റ് തുടരെ അടിച്ചുകൊണ്ടിരുന്നു. രക്ഷപ്പെടുമെന്നുള്ള സകല പ്രതീക്ഷയും ഒടുവിൽ ഞങ്ങൾക്ക് നഷ്ടമായി. അവർ ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ പൗലോസ് അവരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: മാന്യരെ, ക്രേത്തയിൽ നിന്ന് യാത്ര പുറപ്പെടരുതെന്നുള്ള എന്റെ ഉപദേശം നിങ്ങൾ സ്വീകരിക്കേണ്ടതായിരുന്നു. എങ്കിൽ ഈ നാശനഷ്ടങ്ങൾ ഒഴിവാക്കാമായിരുന്നു. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിപ്പാൻ ഞാൻ നിങ്ങളോട് നിർബന്ധമായി പറയുന്നു. നിങ്ങളിൽ ആർക്കും ജീവഹാനി സംഭവിക്കുകയില്ല. കപ്പൽ മാത്രമേ നശിക്കുകയുള്ളൂ. ഞാൻ സേവിക്കുന്ന എന്റെ ഉടയവനായ ദൈവത്തിന്റെ ഒരു ദൂതൻ കഴിഞ്ഞ രാത്രിയിൽ എന്റെ അടുക്കൽ വന്നു നിന്ന് എന്നോട്: പൗലോസേ, ഭയപ്പെടേണ്ട. നീ കൈസറുടെ മുമ്പിൽ വിസ്താരത്തിന് നിൽക്കേണ്ടവനാകുന്നു. നിന്നോടൊപ്പം യാത്ര ചെയ്യുന്നവരെ ദൈവം നിനക്ക് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ആകയാൽ മാന്യരെ, ധൈര്യപ്പെട്ടിരിപ്പിൻ. എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന്
ദൈവത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. എങ്കിലും നാം ഒരു ദ്വീപിന്റെ കരയ്ക്ക് അടിയേണ്ടതാകുന്നു. 14-ാം രാത്രിയിൽ ഞങ്ങൾ അന്ത്രിയക്കടലിലൂടെ ഒഴുക്കിൽപ്പെട്ടു പോകുമ്പോൾ ഏതാണ്ട് അർദ്ധരാത്രിക്ക് തങ്ങൾ കരയോടടുക്കുന്നുവെന്ന് നാവികർക്ക് തോന്നി. അവിടെ വെള്ളത്തിന്റെ ആഴം അളന്നു നോക്കിയപ്പോൾ ഏകദേശം 120 അടിയെന്ന് മനസ്സിലാക്കി. അല്പം കൂടി കഴിഞ്ഞിട്ട് വീണ്ടും അളന്നു. ആഴം ഏകദേശം 90 അടിയെന്ന് കണ്ടു. ഞങ്ങൾ പാറക്കെട്ടുകളിൽ തട്ടി തകരുമെന്നുള്ള ഭയത്താൽ അവർ 4 നങ്കൂരങ്ങൾ അമരത്ത് നിന്ന് താഴ്ത്തി നേരം പുലരുന്നതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അണിയത്ത് നിന്ന് നങ്കൂരം ഇറക്കുന്നു എന്ന ഭാവത്തിൽ പ്രാണരക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന തോണി കടലിലിറക്കി നാവികർ കപ്പലിൽ നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിച്ചു. അപ്പോൾ പൗലോസ് ശതാധിപനോടും പട്ടാളക്കാരോടും, ഈ ആളുകൾ കപ്പലിൽ തന്നെ നിന്നില്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പട്ടാളക്കാർ കയർ മുറിച്ച് തോണി കടലിൽ തള്ളി. പുലർച്ചയ്ക്ക് അല്പം മുമ്പ് പൗലോസ് അവരെ എല്ലാവരെയും ആഹാരം കഴിക്കുവാൻ നിർബന്ധിച്ചു. കഴിഞ്ഞ 14 ദിവസമായി നിങ്ങൾ നിരന്തരമായ അനിശ്ചിതത്വം മൂലം ആഹാരം വെടിഞ്ഞ് കഴിയുകയായിരുന്നുവല്ലോ. അല്പം ആഹാരം കഴിക്കണമെന്ന് ഞാനിപ്പോൾ നിങ്ങളോട് നിർബന്ധപൂർവ്വം അപേക്ഷിക്കുന്നു. നിങ്ങളുടെ ജീവരക്ഷയ്ക്ക് അത് ആവശ്യമാണ്. നിങ്ങളിൽ ആരുടെയും ഒരു തലമുടി പോലും നഷ്ടമാവുകയില്ല എന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം അപ്പമെടുത്ത് എല്ലാവരും കാൺകെ ദൈവത്തിന് സ്തോത്രം ചെയ്ത് മുറിച്ചു തിന്നു തുടങ്ങി. അപ്പോൾ അവർക്കെല്ലാവർക്കും ധൈര്യമായി. അവരും ഭക്ഷണം കഴിച്ചു. കപ്പലിൽ ഞങ്ങൾ എല്ലാവരും കൂടി 276 പേരുണ്ടായിരുന്നു. എല്ലാവരും വേണ്ടുവോളം ഭക്ഷിച്ചതിന് ശേഷം ധാന്യം കടലിലേക്ക് കളഞ്ഞ് കപ്പലിന്റെ ഭാരം കുറച്ചു. നേരം വെളുത്തപ്പോൾ സ്ഥലം ഏതെന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല. എങ്കിലും മണൽ തീരമുള്ള ഒരു ഉൾക്കടൽ കണ്ടിട്ട് കഴിയുമെങ്കിൽ കപ്പൽ അവിടെ അടുപ്പിക്കുവാൻ അവർ നിശ്ചയിച്ചു. അവർ നങ്കൂരങ്ങൾ മുറിച്ച് കടലിൽ തള്ളുകയും ചുക്കാൻ ബന്ധിച്ചിരുന്ന കയറഴിച്ചു വിടുകയും ചെയ്തു. പിന്നീട് കാറ്റിനെതിരെ പായ നിവർത്തി കരയ്ക്ക് നേരെ നീങ്ങി. എന്നാൽ കപ്പൽ ഇരുകടൽ സന്ധിയിലെ ഒരു മണൽത്തിട്ടയിൽ കയറി ഉറച്ചുപോയി. അണിയം അനക്കമില്ലാതാവുകയും അമരം തിരകളുടെ ആഘാതത്തിൽ തകർന്നു പോവുകയും ചെയ്തു. തടവുകാരിൽ ആരും നീന്തി രക്ഷപ്പെടാതിരിക്കാൻ അവരെ കൊന്നുകളയണമെന്ന് പടയാളികൾ ആലോചിച്ചു. എന്നാൽ ശതാധിപൻ പൗലോസിന്റെ ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിച്ചതുകൊണ്ട് ആ ആലോചനയിൽ നിന്ന് അവരെ തടഞ്ഞു. നീന്താൻ കഴിവുള്ളവർ കപ്പലിൽ നിന്ന് ആദ്യം ചാടി നീന്തി കരയ്ക്കെത്തിക്കൊള്ളുവാനും ശേഷമുള്ളവർ പലകകളിലോ കപ്പലിന്റെ അവശിഷ്ടങ്ങളിലോ പിടിച്ച് കരയിലെത്തുവാനും അദ്ദേഹം ഉത്തരവിട്ടു. ഇങ്ങനെ എല്ലാവരും സുരക്ഷിതരായി കരയ്ക്കെത്തി.